ഉണ്ടായി വരുന്ന ഡീസൽ കേട്ടോ. ഇതേണ്ട കണ്ടൻസറൊക്കെ എലി അപ്പം കടിച്ച പോലെ ആക്കിയിട്ടുണ്ട്. അതേപോലെ റേഡിയേറ്റർ ഉണ്ട് കേട്ടോ. റേഡിയേറ്റർ ഞാൻ കാണിച്ചു തരാം. റേഡിയേറ്ററിൻ്റെ അവിടെ അപ്പം കടിച്ച പോലെ ആക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ കാണിക്കാനുള്ള കാരണം ആ ലൈനിൽ എവിടെയെങ്കിലും ലീക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇപ്പോൾ ചെയ്ത് റേഡിയേറ്റർ ഈ പിൻസിൻ്റെ മൂന്നാമത്തെ ലൈനിലോ രണ്ടാമത്തെ ലൈനിലോ എവിടെ ലീക്ക് ഉണ്ട്. അങ്ങനെ കസ്റ്റമർ കൊണ്ടുപോയിട്ട് റേഡിയേറ്റർ കടയിൽ കൊണ്ടുപോയിട്ട് ആ ഭാഗം ലൈന് കട്ട് ചെയ്തിട്ട് അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. റേഡിയേറ്ററൊക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിൻ ഓവറേറ്റ് ആവും. ഓവറേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇതേപോലെ മുന്നേ നമ്മൾ കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ഇങ്ങനെയല്ല, റേഡിയേറ്ററിൻ്റെ 2 ലൈന് ബ്ലോക്കായിട്ട് വണ്ടി എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഓവറേറ്റ് ആവും. ഫാനും കാര്യങ്ങളൊക്കെ വർക്കാവും, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ പൂവിൻ്റെ ഫ്ലോ ഉള്ളിൽ ശരിക്കും നടക്കാത്തതുകൊണ്ട് വണ്ടി ഓവറേറ്റ് ആവും. അപ്പോൾ ഗ്യാസ്കറ്റും കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ കണ്ടൻസറുകൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല, AC കൂളിംഗ് ഉണ്ടാവില്ല എന്നല്ല ഉള്ളൂ. പക്ഷേ റേഡിയേറ്റർ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് എഞ്ചിനെ ചിലപ്പോൾ ബാധിക്കും, ഓവറേറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഇങ്ങനെ തപ്പിയെടുക്കേണ്ടി വരും. അപ്പോൾ മാക്സിമം റേഡിയേറ്ററും കാര്യങ്ങളൊക്കെ ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റാം. അപ്പർ ടാങ്കോ ലോവർ ടാങ്കോ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാം, അത് ഓക്കെ. പക്ഷേ ഇങ്ങനെ ലൈൻ ബ്ലോക്ക് ആക്കുന്നത് ബെറ്റർ അല്ല. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യും.